ശുക്രന്റെ പൂർവവൃത്താന്തം. ബ്രാഹ്മണശ്രേഷ്ഠൻ പുരാ ശുകൻ നിർമ്മലൻ, ബ്രാഹ്മണ്യവും പരിപാലിച്ചു സന്തതം. കാനനത്തിങ്കൽ വാനപ്രസ്ഥനായി മഹാജ്ഞാനികളിൽ പ്രധാനിത്വവും കൈക്കൊണ്ടു. ദേവകൾക്കഭ്യുദയാർത്ഥമായി നിത്യവും ദേവാരികൾക്കു വിനാശതീതനായിക്കൊണ്ടും യാഗാദികർമ്മങ്ങൾ ചെയ്തു മേവീടിനാൻ. യോഗം ധരിച്ചു പരബ്രഹ്മനിഷ്ഠയാ വൃന്ദാരകാഭ്യുദയാർത്ഥിയായി രാക്ഷസനിന്ദാപരനായി മരുവും ദശാന്തരേ നിർജ്ജരവൈരികുലശ്രേഷ്ഠനാകിയ വജ്രദംഷ്ടൻ മഹാദുഷ്ടനിശാചരൻ. എന്തൊന്നു നല്ലു സുഖാപകാരത്തിനെന്നന്തരവും പാർത്തിരിക്കും വിധൗ കുംഭോത്ഭവനാമഗസ്ത്യൻ ശുകാശ്രമേ സംപ്രാപ്തനായാനൊരു ദിവസം ബലാൽ. സംപൂജിതനാമഗസ്ത്യതപോധനൻ സംഭോജനാർത്ഥം നിമന്ത്രിതനാകയാൽ സ്നാതും ഗതേ മുനൗ കുംഭോത്ഭവേ തദാ യാതുധാനാധിപൻ വജ്രദംഷ്ടാസുരൻ. ചെന്നാനഗസ്ത്യരൂപം ധരിച്ചന്തരാ ചൊന്നാൻ ശുകനോടു മന്ദഹാസാന്വിതം. ഒട്ടുനാളുണ്ടു മാംസം കൂട്ടിയുണ്ടിട്ടു മൃഷ്ടമായുണ്ണേണമിന്നു നമുക്കെടോ. ഛാഗമാംസം വേണമല്ലോ, കറിമമത്യാഗിയല്ലോ ഭവാൻ ബ്രാഹ്മണസത്തമൻ. എന്നളവേ ശുകൻ പത്നിയോടും തഥാ ചൊന്നാനതങ്ങനെ തന്നെയെന്നവളും ചൊന്നാൾ. മധ്യേ ശുകപത്നിവേഷം ധരിച്ചവൻ ചിത്തമോഹം വളർത്തിടിനാൻ മായയാ. മർത്യമാംസം വിളമ്പിക്കൊടുത്തമ്പൊടു തത്രൈവ വജ്രദംഷ്ടൻ മറഞ്ഞിടിനാൻ. മർത്യമാംസം കണ്ടു മൈത്രാവരുണിയും ക്രുദ്ധനായി ക്ഷിപ്രം ശുകനെ ശപിച്ചിതു. മർത്യരെ ഭക്ഷിച്ചു രാക്ഷസനായിനി പൃഥ്വിയിൽ വാഴുക മത്തപോ വൈഭവാൽ. ഇത്തം ശപിച്ചതു കേട്ടു ശുകൻ താനും എത്രയും ചിത്രമിതെന്തൊരു കാരണം. മാംസോത്തരം ഭുജിക്കേണമെനിക്കെന്നു ശാസന ചെയ്തതും മറ്റാരുമല്ലല്ലോ. പിന്നെയതിനു കോപിച്ചു ശപിച്ചതും എന്നുടെ ദുഷ്കർമ്മമെന്നേ പറയാവൂ. ചൊല്ലെന്തു പറഞ്ഞതു നീ സഖേ, നല്ല വൃത്താന്തമിതെന്നോടു ചൊല്ലണം. എന്നതു കേട്ടു ശുകനും അഗസ്ത്യനോടന്നേരമാശു സത്യം പറഞ്ഞിടിനാൻ. മജ്ജനത്തിനെഴുന്നള്ളിയ ശേഷമിദ്ദിജ്ജനത്തോടു വീണ്ടും വന്നരുൾ ചെയ്തു. വ്യഞ്ജനം മാംസസമന്വിതം വേണമെന്നഞ്ജസാ ഞാനതു കേട്ടിതു ചെയ്തതും. ഇത്തം സുകോക്തികൾ കേട്ടൊരഗസ്ത്യനും ചിത്തേ മുഹൂർത്തം വിചാരിച്ചരുളിനാൻ. വൃത്താന്തമുൾക്കാമ്പുകൊണ്ടു കണ്ടൊരളവുൾത്താപമോടരുൾ ചെയ്താനഗസ്ത്യനും. വഞ്ചിതന്മാരായി വയം വദ യാമിനീ സഞ്ചാരികളിതു ചെയ്തതു നിർണയം. ഞാനുമതിമൂഢനായി ചമഞ്ഞേൻ ബലാലൂനം വരാ വിധിതൻ മതമെന്നുമേ. മിഥ്യയായി വന്നുകൂടാ മമ ഭാഷിതം, സത്യപ്രധാനനല്ലോ നീയുമാകയാൽ. നല്ലതു വന്നുകൂടും മേലിൽ നിർണയം, കല്യാണമായി ശാപമോക്ഷവും നൽകുവൻ. ശ്രീരാമപത്നിയെ രാവണൻ കൊണ്ടുപോയാ രാമസീമനി വെച്ചു കൊള്ളും ദൃഢം. രാവണഭൃത്യനായി നീയും വരും ചിരം, കേവലം നീയവനിഷ്ടനായും വരും. രാഘവൻ വാനരസേനയുമായി ചെന്നൊരാകുലമെന്നിയെ ലങ്കാപുരാന്തികെ.
നാലുപുറവും വളഞ്ഞിരിക്കുന്നൊരു കാലമവസ്ഥയറിഞ്ഞു വന്നിടുവാൻ നിന്നെ അയക്കും ദശാനനനന്നു നീ ചെന്നു വണങ്ങുക രാമനെ സാദരം. പിന്നെ വിശേഷങ്ങളൊന്നൊഴിയാതെ പോയി ചെന്നു ദശമുഖൻ തന്നോടു ചൊല്ലുക. രാവണൻ ആത്മതത്വോപദേശം ചെയ്തു ദേവപ്രിയനായി വരും പുനരാശുനി. രാക്ഷസഭാവമശേഷമുപേക്ഷിച്ചു സാക്ഷാൽ ദ്വിജത്വവും വന്നുകൂടും ദൃഢം. യുദ്ധമനുഗ്രഹിച്ചു കലശോത്ഭവൻ സത്യം തപോധനവാക്യം മനോഹരം. മാല്യവാന്റെ ഉപദേശം. സാരനായോരു സുഖൻ പോയനന്തരം ഘോരനാം രാവണൻ വാഴുന്ന മന്ദിരേ വന്നിതു രാവണമാതാവു തൻ പിതാ ഖിന്നനായി രാവണനെ കണ്ടു ചൊല്ലുവാൻ. സൽക്കാരവും കുശലപ്രശ്നവും ചെയ്തു രക്ഷോവരനുമിരുത്തിയ യഥോചിതം. കൈകസീതാ തന്മതിമാൻ വിനീതിമാൻ കൈകസീനന്ദനൻ തന്നോടു ചൊല്ലിനാൻ. ചൊല്ലുവൻ ഞാൻ തവ നല്ലതു പിന്നെ നീയെല്ലാം നിനക്കൊത്തവണ്ണമനുഷ്ഠിക്ക. ദുർനിമിത്തങ്ങളീ ജാനകിലങ്കയിൽ വന്നതിൽ പിന്നെ പലതുണ്ടു കാണുന്നു. കണ്ടീലയോ നാശഹേതുക്കളായി ദശകണ്ഠപ്രഭോ നീ നിരൂപിക്ക മാനസേ. ദാരുണമായിടിവെട്ടുന്നി തന്വഹം ചോരയും പെയ്യുന്നിതുഷ്ണമായത്രയും. ദേവലിംഗങ്ങളിളകി വിയർക്കുന്നു ദേവിയാം കാളിയും ഘോരദംഷ്ട്രാന്വിതം. നോക്കുന്ന ദിക്കിൽ ചിരിച്ചു കാണാകുന്നു ഗോക്കളിൽ നിന്നു ഖരങ്ങൾ ജനിക്കുന്നു. മൂഷികന്മാർ ജാരനോടു പിണങ്ങുന്നു രോഷാൽ നകുലങ്ങളോടും ഔവണ്ണമേ. പന്നഗജാലം ഗരുഡനോടും തഥാ നിന്നെതിർത്തിയിടാൻ തുടങ്ങുന്നു നിശ്ചയം. മുണ്ടനായേറ്റം കരാളവികടനായി വർണ്ണവും പിംഗലകൃഷ്ണമായി സന്തതം. കാലനയുണ്ടു കാണുന്നിതെല്ലാടവും കാലമാവത്തിനുള്ളൊന്നിതു നിശ്ചയം. കാലനയുണ്ടു കാണുന്നിതെല്ലാടവും കാലമാവത്തിനുള്ളൊന്നിതു നിശ്ചയം. ഇത്തരം ദുർനിമിത്തങ്ങളുണ്ടായതിനത്രൈവ ശാന്തിയെ ചെയ്തു കൊള്ളേണമേ. സംശയമെന്നിയെ സീതയെ കൊണ്ടുപോയി രാമപാതൈ വച്ചു വന്നിക്ക വൈകാതെ. രാമനാകുന്നതു വിഷ്ണു നാരായണൻ വിദ്വേഷമെല്ലാം ത്യജിച്ചു ഭജിച്ചുകൊള്ളുകദ്വയനാം പരമാത്മാനമവ്യയം. ശ്രീരാമപാദപോദം കൊണ്ടു സംസാരവാരിധിയെ കടക്കുന്നിതു യോഗികൾ. ഭക്തി കൊണ്ടന്തഃകരണവും ശുദ്ധമായി മുക്തിയെ ജ്ഞാനികൾ സിദ്ധിച്ചുകൊള്ളുന്നു. ദുഷ്ടനാം നീയും വിശുദ്ധനാം ഭക്തി കൊണ്ടൊട്ടുമേ കാലം കളയാതെ കണ്ടു നീ രാക്ഷസവംശത്തെ രക്ഷിച്ചുകൊള്ളുക. സാക്ഷാൽ മുകുന്ദനെ സേവിച്ചുകൊള്ളുക. സത്യമത്രേ ഞാൻ പറഞ്ഞതു കേവലം പഥ്യം നിനക്കിതു ചിന്തിക്ക മാനസേ. സാന്ത്വനപൂർവം ദശമുഖൻ തന്നോടു ശാന്തനാം മാല്യവാൻ വംശരക്ഷാർത്ഥമായി ചൊന്നതു കേട്ടു പൊറാഞ്ഞു ദശമുഖൻ. പിന്നെയും മാല്യവാൻ തന്നോടു ചൊല്ലിനാൻ. മാനവനായ കൃപണനാം രാമനെ മനസേ മാനിപ്പതിനെന്തു കാരണം? മർക്കടാലംബനം നല്ല സാമർഥ്യമെന്നുൾക്കാമ്പിലോർക്കുന്നവൻ ജളനെത്രയും. രാമൻ നിയോഗിക്കയാൽ വന്നിതെന്നോടു സാമപൂർവം പറഞ്ഞു ഭവാൻ നിർണയം. നേരത്തെ പോയാലും ഇനി വേണ്ടുന്ന നാൾ ചാരത്തു ചൊല്ലിവിടുന്നുണ്ടു നിർണയം. വൃദ്ധൻ ഭവാനതിസ്നിഗ്ധനാം മിത്രമിത്യുക്തികൾ കേട്ടാൽ പൊറുത്തുകൂടാ ദൃഢം. ഇത്തം പറഞ്ഞ മാത്യന്മാരുമായി ദശവക്ത്രനും പ്രാസാദമൂർധ്നി കരേറിനാൻ. യുദ്ധാരംഭം.
വാനരസേനയും കണ്ടകമേ ബഹുമാനവും കൈക്കൊണ്ടിരിക്കും ദശാന്തരെ. യുദ്ധത്തിനായി രജനീചരവീരരെ സത്വരം തത്ര വരുത്തി വാഴും വിധൗ. രാവണനെ കണ്ടു കോപിച്ചു രാഘവദേവനും സൗമിത്രിയോടു വിൽവാങ്ങിനാൻ. 10 കിരീടവും കൈകളിരുപതും വൃത്രനോടൊത്ത ശരീരവും ശൗര്യവും. 10 കിരീടങ്ങളും കുടയും നിമിഷാർത്ഥേന ഖണ്ഡിച്ച നേരത്തു രാവണൻ ബാണിച്ചു താഴത്തിറങ്ങി ഭയം കൊണ്ടു ബാണത്തെ നോക്കി നോക്കിച്ചരിച്ചിടിനാൻ. മുഖ്യപ്രഹസ്ത പ്രമുഖ പ്രവരന്മാരൊക്കവേ വന്നു തൊഴുതോരനന്തരം. യുദ്ധമേറ്റിടുവിൻ കോട്ടയിൽ പുക്കടച്ചത്യന്ത ഭീത്യാ വസിക്കയില്ലത്ര നാം. ഭേരീ മൃദംഗ ഢക്കാപണവാനക ദാരുണഗോമുഖാദ്യങ്ങൾ വാദ്യങ്ങളും വരണാശ്വോഷ്ട്ര ഖരഹരിശാർദൂല സൈരിഭസ്യന്തന മുഖ്യയാനങ്ങളിൽ. ഖഡ്ഗുശൂലേഷു ചാപപ്രാസതോമര മുൽഗരയഷ്ടിശക്തിച്ചുരികാദികൾ ഹസ്തേ ധരിച്ചുകൊണ്ടസ്ഥഭീത്യാജവം. യുദ്ധസന്നദ്ധരായുദ്ധതബുദ്ധിയോടബ്ദികൾ ഉർവിയും തൽക്ഷണമുദ്ധൂതമായിതു സത്യലോകത്തോളം. വജൂഹസ്താശയിൽ പുക്കാൻ പ്രഹസ്തനും വജ്രുദംഷ്ടൻ തഥാ ദക്ഷിണദിക്കിലും. ദുശ്ച്യവനാരിയാം മേഘനാഥൻ തഥാ പശ്ചിമഗോപുരദ്വാരി പുക്കീടിനാൻ. മിത്രവർഗാമാത്യഭൃത്യജനത്തോടും ഉത്തരദ്വാരി പുക്കാൻ ദശവക്ത്രനും. നീലനും സേനനും പൂർവദിഗോപുരേ ബാലിതനയനും ദക്ഷിണഗോപുരേ. വായുതനയനും പശ്ചിമഗോപുരേ മായാമനുഷ്യനാമാദിനാരായണൻ. മിത്രതനയ സൗമിത്രി വിഭീഷണമിത്ര സംയുക്തനായുത്തരദിക്കിലും. യുദ്ധമുറപ്പിച്ചു രാഘവരാവണ യുദ്ധം പ്രവൃത്തമായി വന്നു വിചിത്രമായി. 1000 കോടി മഹാകോടികളോടും 1000 അർബുദമായിരം ശംഖങ്ങൾ. 1000 പുഷ്പങ്ങൾ 1000 കൽപ്പങ്ങൾ 1000 ലക്ഷങ്ങളായിരം ദണ്ഡങ്ങൾ. 1000 ധൂളികൾ 1000 തോയാകര പ്രളയങ്ങളെന്നിങ്ങനെ സംഖ്യകളോടു കലർന്ന കപിബലം ലങ്കാപുരത്തെ വളഞ്ഞാരതിദ്രുതം. പൊട്ടിച്ചടർത്ത പാഷാണങ്ങളെക്കൊണ്ടും മുഷ്ടികൾ കൊണ്ടും മുസലങ്ങളെക്കൊണ്ടും ഉർവീരുഹം കൊണ്ടും ഉർവീധരം കൊണ്ടും സർവതോ ലങ്കാപുരം തകർത്തിടിനാർ. കോട്ടമതിലും കിടങ്ങും തകർത്തുടൻ കൂട്ടമിട്ടാർത്തു വിളിച്ചടുക്കും നേരം. വൃഷ്ടി പോലെ ശരജാലം പൊഴിക്കയും വെട്ടുകൊണ്ടറ്റു പിളർന്നു കിടക്കയും. അസ്ത്രങ്ങൾ ശസ്ത്രങ്ങൾ ചക്രങ്ങൾ ശക്തികൾ അർദ്ധചന്ദ്രാകാരമായുള്ള പത്രികൾ ഖഡ്ഗങ്ങൾ ശൂലങ്ങൾ കുന്തങ്ങൾ ഈട്ടികൾ മുൾഗരപംക്തികൾ ഭിണ്ടിപാലങ്ങളും. തോമരദണ്ഡം മുസലങ്ങൾ മുഷ്ടികൾ ചാമീകരപ്രഭപൂണ്ട ശതഘ്നികൾ. ഉഗ്രങ്ങളായ വജ്രങ്ങളിവ കൊണ്ടു നിഗ്രഹിച്ചിടിനാർ നക്തഞ്ചരേന്ദ്രരും. ആർത്തിമുഴുത്തു ദശാസ്യനവസ്ഥകൾ പേർത്തുമറിവതിനായി അയച്ചിടിനാൻ. ശാർദൂലനാദിയാം രാത്രിഞ്ചരന്മാരെ രാത്രിയിൽ ചെന്നാരവരും കവികളായി. മർക്കടേന്ദ്രന്മാരറിഞ്ഞു പിടിച്ചടിച്ചാൽ കടരോഷേണ കൊൽവാൻ തുടങ്ങുമ്പോൾ അർത്ഥനാദം കേട്ടു രാഘവനും കരുണാർദ്രബുദ്ധ്യാ കൊടുത്താനഭയം ദ്രുതം. ചെന്നവരും ശുകസാരണരെപ്പോലെ ചൊന്നതു കേട്ടു വിഷാദേന രാവണൻ. മന്ത്രിച്ചുടൻ വിദ്യുജ്ജുഹനുമായി ദശകന്ധരൻ മൈഥിലി വാഴുമിടം പുക്കാൻ. രാമശിരസും ധനുസ്സുമിതെന്നുടൻ വാമാക്ഷി മുന്നിലാം മാറുവെച്ചിടിനാൻ. ആയോധനെ കൊന്നുകൊണ്ടുപോന്നേനെന്നു മായയാ നിർമ്മിച്ചു വെച്ചതു കണ്ടപ്പോൾ സത്യമെന്നോർത്തു വിലാപിച്ചു മോഹിച്ചു മുഗ്ധാംഗി വീണു കിടക്കും ദശാന്തരെ. വന്നൊരു ദൂതൻ വിരവൊടു രാവണൻ തന്നെയും കൊണ്ടുപോന്നീടിനാനന്നേരം. വൈദേഹി തന്നോടു ചൊന്നാൾ സരമയും
ഖേദമശേഷമകലക്കളക നീ എല്ലാം ചതിയുന്നു തേറിയിടിതൊക്കവേ. നല്ലവണ്ണം വരും 4 നാളുള്ളിൽ ഇങ്ങൊരു സംശയം കല്യാണദേവതേ. വല്ലഭൻ കൊല്ലും ദശാസ്യനെ നിർണയം ഇത്തം സരമാസരസവാക്യം കേട്ടു ചിത്തം തെളിഞ്ഞിരുന്നിടിനാൾ സീതയും. അംഗദൂതൻ. മംഗലദേവതാ വല്ലഭാജ്ഞാവശാൽ അംഗദൻ രാവണൻ തന്നോടു ചൊല്ലിനാൻ, ഒന്നുകിൽ സീതയെ കൊണ്ടുവന്നെന്നുടെ മുന്നിലാം മാറുവെച്ചിടുക വൈകാതെ, യുദ്ധത്തിനാശു പുറപ്പെടുകല്ലായിൽ അത്തൽ പൂണ്ടുള്ളിലടച്ചങ്ങിരിക്കിലും. രാക്ഷസസേനയും ലങ്കാനഗരവും രാക്ഷസരാജനാം നിന്നോടു കൂടവേ സംഹരിച്ചിടുവൻ ബാണമെയ്തെന്നുള്ള സിംഹനാദം കേട്ടതില്ലയോ രാവണ? ജ്ഞാനാദഘോഷവും കേട്ടതില്ലേ ഭവാൻ? നാണം നിനക്കേതുമില്ലയോ മാനസേ? ഇത്തമധിക്ഷേപവാക്കുകൾ കേട്ടതിക്രുധനായോരു രാത്രിഞ്ചരവീരനും വൃത്രാരിപുത്രതനയനെ കൊൽകെന്നു നക്തഞ്ചരാധിപന്മാരോടു ചൊല്ലിനാൻ. ചെന്നു പിടിച്ചാർ നിശാചരവീരരും കൊന്നു ചുഴറ്റിയെറിഞ്ഞാൻ കപീന്ദ്രനും. പിന്നയപ്രാസാദവും തകർത്തിടിനാനൊന്നു കുതിച്ചങ്ങുയർന്നു വേഗേന പോയി. മന്നവൻ തന്നെ തൊഴുതു വൃത്താന്തങ്ങളൊന്നൊഴിയാതെ ഉണർത്തിനാനങ്കദൻ. രാക്ഷസ വാനരയുദ്ധം. പിന്നെ സുഷേണൻ, കുമുദൻ, നളൻ, ഗജൻ, ധന്യൻ, ഗവയൻ, ഗവാക്ഷൻ, മരുൾസുതൻ എന്നിവരാദിയാം വാനരവീരന്മാർ ചെന്നു ചുഴന്നു കിടങ്ങും നിരത്തിനാർ. കല്ലും മലയും മരവും ധരിച്ചാശു നില്ലെന്നു പറഞ്ഞടുക്കുന്നേരം ബാണചാപങ്ങളും വാളും പരിചയും പ്രാണഭയം വരും വെൺമഴുകുന്തവും ദണ്ഡങ്ങളും മുസലങ്ങൾ ഗദകളും ഭിണ്ടിപാലങ്ങളും മുൽഗരജാലവും ചക്രങ്ങളും പരിഘങ്ങളുമീട്ടികൾ ശുക്രകചങ്ങളും മറ്റുമിത്യാദികൾ ആയുധമെല്ലാം എടുത്തു പിടിച്ചുകൊണ്ടായോധനത്തിനടുത്താരക്കരും. വാരണനാദവും വാജികൾ നാദവും തേരുരുൾ നാദവും ഞാണൊലിനാദവും രാക്ഷസരാർക്കയും സിംഹനാദങ്ങളും രൂക്ഷതയേറും കവികൾ നിനാദവും തിങ്ങിമുഴങ്ങിപ്പുഴങ്ങി പ്രപഞ്ചവും എങ്ങുമിടതൂർന്നു മാറ്റൊലിക്കൊണ്ടതേ ജംഭാരി മുമ്പാം നിലിംബരും കിന്നര കിംപുരുഷോരഗുഹ്യക സംഘവും ഗന്ധർവസിദ്ധ വിദ്യാധരചാരണാദ്യന്തരീക്ഷാന്തരേ സഞ്ചരിക്കും ജനം. നാരദാദികളായുള്ള മുനികളും ഘോരമായുള്ള യുദ്ധം കണ്ടുകൊള്ളുവാൻ നാരികളോടും വിമാനയാനങ്ങളിലാരൂഹ്യ പുഷ്കരാന്തേ നിറഞ്ഞിടിനാർ. തുങ്കനാമിന്ദ്രജിത്തേറ്റാൻ അതുനേരമംഗതൻ തന്നോടതിന്നു കപീന്ദ്രനും സൂതനെ കൊന്നു തേരും തകർത്താൻ മേഘനാഥനും മറ്റൊരു തേരിലേറിയിടിനാൻ. മാരുതി തന്നെ വേൽ കൊണ്ടു ചാട്ടിയിടിനാൻ ധീരനാകും ജംബുമാലി നിശാചരൻ. സാരഥി തന്നോടു കൂടവേ മാരുതി തേരും തകർത്തവനെ കൊന്നലറിനാൻ. മിത്രതനയൻ പ്രഹസ്തനോടേറ്റിതു മാത്രാരിയോടു വിഭീഷണ വീരനും നീലൻ നികുംഭനോടേറ്റാൻ തപനനെ കാലപ്പുരത്തിന്നയച്ചാൻ മഹാഗജൻ. ലക്ഷ്മണനേറ്റാൻ വിരൂപാക്ഷനോടഥ ലക്ഷ്മീപതിയാം രഘുത്തമൻ തന്നോടു രക്ഷധ്വജാഗ്നിധ്വജാദികൾ 10 പേർ തൽക്ഷണേ പോർ ചെയ്തു പുക്കാർ സുരാലയം. നാഗാസ്ത്രബന്ധനം. വാനരന്മാർക്കു ജയം വന്നിതന്നേരം ഭാനുവും വാരിധി തന്നെ വീണിടിനാൻ. ഇന്ദ്രാത്മജാത്മജനോടേറ്റു തോറ്റുപോയി ഇന്ദ്രജിത്തമ്പരാന്തേ മറഞ്ഞിടിനാൻ. നാഗാസ്ത്രമേതു മോഹിപ്പിച്ചതു
ബദരാഘവന്മാരെയും വാനരന്മാരെയും വന്ന കപികളെയും നരന്മാരെയും ഒന്നൊഴിയാതെ ജയിച്ചേനിതെന്നവൻ വെന്നിപ്പെരുമ്പറ കൊട്ടിച്ചു മേളിച്ചു ചെന്നു ലങ്കാപുരം തന്നിൽ മേവീടിനാൻ. താപസവൃന്ദവും ദേവസമൂഹവും താപം കലർന്നും വിഭീഷണവീരനും ഹാഹാ വിഷാദേന ദുഃഖവിഷണ്ണരായി മോഹിതന്മാരായി മരുവും ദശാന്തരേ. നാഗാസ്ത്രമോചനം. സപ്തദ്വീപങ്ങളും സപ്താർണവങ്ങളും സപ്താചലങ്ങളും ഉൾക്ഷോഭമാം വണ്ണം സപ്താശ്വകോടി തേജോമയനായി സുവർണാർദ്രി പോലെ പവനാശനനാശനൻ. അബ്ദിതോയം ദ്വിധാ ഭിത്വാ സ്വപക്ഷയുമുഗ്മോധൂതലോകത്രയത്തോടതിദ്രുതം നാഗാരി രാമപാദം വണങ്ങിടിനാൻ. നാഗാസ്ത്രബന്ധനം തീർന്നിരു തൽക്ഷണേ. ശാഖാമൃഗങ്ങളുമസ്ത്ര നിർമുക്തരായി ശോകവും തീർന്നു തെളിഞ്ഞു വിളങ്ങിനാർ. ഭക്തപ്രിയൻ മുദാ പക്ഷിപ്രവരനെ ബദ്ധസമ്മോദമനുഗ്രഹം നൽകിനാൻ. കൂപ്പിത്തൊഴുതനുവാദവും കൈക്കൊണ്ടു മേൽപോട്ടുപോയി മറഞ്ഞിടിനാൻ താർക്ഷ്യനും. മുന്നേതിലും ബലവീര്യവേഗങ്ങൾ പൂണ്ടുന്നതന്മാരാം കപിവരന്മാരെല്ലാം മന്നവൻ തൻ നിയോഗേന മരങ്ങളും കുന്നും ശിലയുമെടുത്തെറിഞ്ഞിടിനാർ. വന്ന ശത്രുക്കളെ കൊന്നു മമാത്മജൻ മന്ദിരം പുക്കിരിക്കുന്നതിൻ മുന്നമേ. വന്നാരവരുമിങ്ങെന്തൊരു വിസ്മയം നന്നു നന്നെത്രയുമെന്നേ പറയാവൂ. ചെന്നറിഞ്ഞിടുവിനെന്തൊരു ഘോഷമിതെന്നു ദശാനനൻ ചൊന്നോരനന്തരം. ചെന്നു ദൂതന്മാരറിഞ്ഞു ദശാനനൻ തന്നോടു ചൊല്ലിനാർ വൃത്താന്തമൊക്കവേ. വീര്യബലവേഗ വിക്രമം കൈക്കൊണ്ടു സൂര്യാത്മജാതികളായ കപികുലം ഹസ്തങ്ങൾ തോറുമലാതവും കൈക്കൊണ്ടു ഭിത്തി തന്നുത്തമാങ്കത്തിന്മേൽ നിൽക്കുന്നോർ. നാണമുണ്ടെങ്കിൽ പുറത്തു പുറപ്പെടുകാണുങ്ങളെങ്കിലെന്നാർത്തു പറകയും കേട്ടതില്ലേ ഭവാൻ എന്നവർ ചൊന്നതു കേട്ടു ദശാസ്യനും കോപേന ചൊല്ലിനാൻ. ധ്രുമാക്ഷവതം. മാനവന്മാരെയുമേറെ മതമുള്ള വാനരന്മാരെയും കൊന്നൊടുക്കിയിടുവാൻ ഭോഗധൂമ്രാക്ഷൻ പടയോടു കൂടവേ വേഗേന യുദ്ധം ജയിച്ചു വരിക നീ. യുദ്ധമനുഗ്രഹം ചെയ്തയച്ചാനധികൃതനാം ധൂമ്രാക്ഷനും നടന്നിടിനാൻ. ഉച്ചൈസ്തരമായ വാദ്യഘോഷത്തോടും പശ്ചിമഗോപുരത്തൂടെ പുറപ്പെട്ടാൻ. മാരുതിയോടെതിർത്താനവനും ചെന്നു ദാരുണമായുതു യുദ്ധവുമെത്രയും. വേലസി വെൺമഴു കുന്തം ശരാസനം ശൂലം മുസലം പരിഖഗദാദികൾ കൈക്കൊണ്ടു വാരണവാജിരഥങ്ങളിൽ ഉൾക്കുരുത്തോടേറി രാക്ഷസവീരരും. കല്ലും മരവും മലയുമായി പർവ്വത തുല്യ ശരീരികളായ കപികളും തങ്ങളിലേറ്റു പൊരുതു മരിച്ചിതൊട്ടങ്ങുമിങ്ങും മഹാവീരരായുള്ളവർ. ചോരയുമാറായൊഴുകി പലവഴി ശൂരപ്രവരനാം മാരുതി തൽക്ഷണേ ഉന്നതമായൊരു കുന്നിൻ കൊടിമുടി തന്നെ അടർത്തെടുത്തൊന്നെറിഞ്ഞിടിനാൻ. തേരിൽ നിന്നാശുഗതയുമെടുത്തുടൻ പരിലാം മാറു ധൂമ്രാക്ഷനും ചാടിനാൻ. തേരും കുതിരകളും പൊടിയായിതു മാരുതിക്കുള്ളിൽ വർദ്ധിച്ചിതു കോപവും. രാത്രിഞ്ചരയൊടുക്കിത്തുടങ്ങിനാൻ ആർത്തി മുഴുത്തതു കണ്ടു ധൂമ്രാക്ഷനും. മാരുതിയെ ഗദ കൊണ്ടടിച്ചിടിനാൻ ധീരതയോടതിനാകുലമെന്നിയെ. പാരം വളർന്നൊരു കോപവിവശനായി മാരുതി രണ്ടാമതൊന്നെറിഞ്ഞിടിനാൻ. ധൂമ്രാക്ഷനേറുകൊണ്ടുംബർ പുരത്തിങ്കലാം മാറു ചെന്നു സുഖിച്ചു വാണിടിനാൻ. ശേഷിച്ച രാക്ഷസർ കോട്ടയിൽ പുക്കിതു ഘോഷിച്ചിതങ്കനമാർവിലാപങ്ങളും. വൃത്താന്തമാഹന്ത കേട്ടു ദശാസ്യനും ചിത്തതാപത്തോടു പിന്നെയും ചൊല്ലിനാൻ. വജ്രദംഷ്ട്രവധം.
വജ്രഹസ്താരിപ്രബലൻ മഹാബലൻ വജ്രദംഷ്ട്രൻ തന്നെ പോകയുദ്ധത്തിനായി മാനുഷവാനരന്മാരെ ജയിച്ചഭിമാന കീർത്തിയ വരികെന്നയച്ചിടിനാൻ. ദക്ഷിണ ഗോപുരത്തൂടെ പുറപ്പെട്ടു ശക്രാത്മജാത്മജനോടെതിർത്തിയിടിനാൻ. ദുർനിമിത്തങ്ങളുണ്ടായതനാദൃത്യ ചെന്നു കവികളോടേറ്റു മഹാബലൻ. വൃക്ഷശിലാശൈലവൃഷ്ടി കൊണ്ടേറ്റവും രക്ഷോവരന്മാർ മരിച്ചു മഹാരണേ. ഖഡ്ഗശസ്ത്രാസ്ത്രശക്തിയാദികളേറ്റു മർക്കടന്മാരും മരിച്ചാരസംഖ്യമായി. പത്തംഗയുക്തമായുള്ള പെരുമ്പട നക്തഞ്ചരന്മാർക്കു നഷ്ടമായി വന്നിതു. രക്തനദികളൊലിച്ചു പല വഴി നൃത്തം തുടങ്ങി കബന്ധങ്ങളും ബലാൽ. താരേയനും വജ്രദംഷ്ട്രനും തങ്ങളിൽ ഘോരമായേറ്റം പിണങ്ങി നിൽക്കും വിധൗ വാളും പറിച്ചുടൻ വജ്രദംഷ്ട്രൻ ഗളനാളം മുറിച്ചെറിഞ്ഞിടിനാനങ്കദൻ. അകമ്പനവധം. അക്കഥ കേട്ടാശു നക്തഞ്ചരാധിപൻ ഉൾക്കരുത്തേറുമകമ്പനൻ തന്നെയും വൻപടയോടുമയച്ചാനതു നേരം കമ്പമുണ്ടായിരുമേതിനിക്കന്നേരം. ദുശ്യവനാരിപ്രവരനകമ്പനൻ പശ്ചിമഗോപുരത്തൂടെ പുറപ്പെട്ടാൻ. വായുതനയനോടേറ്റവനും നിജകായം വെടിഞ്ഞു കാലാലയം മേവിനാൻ. മാരുതിയെ സ്തുതിച്ചു മഹാലോകരും പാരംഭയം പെരുത്തു ദശകണ്ഠനും. സഞ്ചരിച്ചാൻ നിജരാക്ഷസസേനയിൽ പഞ്ചദ്വയാസ്യനും കണ്ടാനതു നേരം. രാമേശ്വരത്തോടു സേതുവിന്മേലും ആ രാമദേശാന്തം സുബേലാചലോപരി വാനരസേന പരന്നതും കോട്ടകളൂനമായി വന്നതും കണ്ടോരനന്തരം. ക്ഷിപ്രം പ്രഹസ്തനെ കൊണ്ടുവരികെന്നു കൽപ്പിച്ച നേരമവൻ വന്നു കൂപ്പിനാൻ. പ്രഹസ്തവധം. നീ അറിഞ്ഞില്ലയോ വൃത്താന്തമൊക്കവേ, നായകന്മാർ പടയ്ക്കാരുമില്ലായ്കയോ. ചെല്ലുന്ന രാക്ഷസവീരരെ കൊല്ലുന്നതും കണ്ടിരിക്കയില്ലിങ്ങു നാം. ഞാനോ ഭവാനോ കനിഷ്ഠനോ പോർ ചെയ്തു മാനുഷവാനരന്മാരെ ഒടുക്കുവാൻ പോകുന്നതാരെന്നു ചൊൽകെന്നു കേട്ടവൻ. പോകുന്നതിന്നു ഞാനെന്നു കൈകൂപ്പിനാൻ. തന്നെ മന്ത്രികൾ 4 പേരുള്ളവർ ചെന്നു 4 അംഗപ്പടയും വരുത്തിനാർ. 4 ലങ്കയിലുള്ള പടയ്ക്കെല്ലാം ആലംബനമാം പ്രഹസ്തൻ മഹാരഥൻ. കമ്പഹനും മഹാനാഥനും ദുർമുഖൻ ജംഭാരി വൈരിയാം വീരൻ സമുന്നതൻ. ഇങ്ങനെയുള്ളൊരു മന്ത്രികൾ 4 തിങ്ങിന വൻപടയോടും നടന്നിതു. ദുർനിമിത്തങ്ങളുണ്ടായതു കണ്ടവൻ തന്നകതാരിലുറച്ചു സന്നദ്ധനായി പൂർവപുരദ്വാരദേശേ പുറപ്പെട്ടു പാവകപുത്രനോടേറ്റോരനന്തരം. മർക്കടന്മാർ ശിലാവൃക്ഷാചലം കൊണ്ടു രക്ഷോഗണത്തെയൊടുക്കിത്തുടങ്ങിനാർ. ചക്രഖഡ്ഗപ്രാസശക്തി ശസ്ത്രാസ്ത്രങ്ങൾ മർക്കടന്മാർക്കുമേറ്റൊക്കെ മരിക്കുന്നു. ഹസ്തിവരന്മാരും അശ്വങ്ങളും ചത്തു രക്തം നദികളായൊക്കെയൊലിക്കുന്നു. അംഭോജ സംഭവ നന്ദനൻ ജാമ്പവാൻ കമ്പഹനുവിനെയും ദുർമുഖനെയും കൊന്നു മഹാനാഥനെയും. സമുന്നതൻ തന്നെയും പിന്നെ പ്രഹസ്തൻ മഹാരഥൻ നീലനോടേറ്റുടൻ ദ്വന്ദ്വയുദ്ധം ചെയ്തു കാലപുരിക്കിരുന്നരുളിയിടിനാൻ. സേനാപതിയും പടയും മരിച്ചതു മാനിയാം രാവണൻ കേട്ടു കോപാന്ധനായി.